ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് നിങ്ങളെ വർത്താനം? എല്ലാവർക്കും സുഖം തന്നെ അല്ലേ? ഇന്ന് രാവിലെ തന്നെ നമുക്ക് ആട്ടപ്പൊടി ഇല്ലേ, അതുകൊണ്ടില്ല ദോശയാണ് കേട്ടോ. ചായ ഒക്കെ കുടിച്ച് കഴിഞ്ഞൊരു 9:30-10 മണി ആയപ്പോൾ ഞാൻ ജനമോളെയും കൊണ്ട് ആശുപത്രിക്ക് പോയിട്ടോ. ഞങ്ങളെ വീടിൻ്റെ അടുത്ത് തന്നുണ്ട് ആശുപത്രി കേട്ടോ. അപ്പം പനിക്കട്ടോ, ജനക്ക് പനിയുണ്ട്, ചെറിയ പനിയുണ്ട്. പിന്നെ ഏട്ടത്തി ഉണ്ട് എന്തപ്പം ഏട്ടത്തിൻ്റെ കുട്ടിയുണ്ട് എന്തപ്പം ഓളെ കുട്ടിക്കും ചെറിയ പനിയുണ്ട് കേട്ടോ. അപ്പം ഞങ്ങളും രണ്ടാളും പോയി കേട്ടോ. അപ്പം ഞങ്ങൾ വീടിൻ്റെ അതിലൊരു പാടമുണ്ട് കേട്ടോ. ആ പാടത്തു കൂടെ പോയ വേഗം എത്തും കേട്ടോ. അപ്പം അങ്ങനെ പോയപ്പോൾ ആശുപത്രിൻ്റെ അടുത്ത് തന്നെ അംഗൻവാടി ഉണ്ട് കേട്ടോ. ആ അംഗൻവാടിയാണ് കിട്ടത്. ഞങ്ങളെ വീടിൻ്റെ അടുത്ത് തന്നെ അംഗൻവാടി കേട്ടോ. അപ്പോൾ ആ അംഗൻവാടിയാണ്. ആ അംഗൻവാടിൻ്റെ അടുത്ത് തന്നെ ആണ് ആശുപത്രി കേട്ടോ. അവിടെ കാണില്ല, അതാണ് കേട്ടോ. പല്ല് ഡോക്ടറുണ്ട്, പിന്നെ തിങ്കളാഴ്ച ദിവസം കുട്ടികളുടെ ഡോക്ടറുണ്ട്. എന്നിട്ട് കുട്ടികളുടെ ഡോക്ടറില്ല കേട്ടോ. ഇച്ച് 13ഉം 14 കേട്ടോ കിട്ടിയത്. ജനൻ്റെ നമ്പർ 13, ഇച്ച് 14 കേട്ടോ ടോക്കൺ കിട്ടിയ. അപ്പോൾ കൊണ്ടവിടെ ഇരുന്നു കേട്ടോ. അപ്പോൾ 2-3 ആളുകൂടിയും കാട്ടാണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഇൻ്റെത് കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ ഇരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ കുളുകി മരുന്ന് വാങ്ങാൻ വേണ്ടി പോയി കേട്ടോ. അതിൻ്റെ ബേക്കിൽ തന്നെയാണ് കേട്ടോ. തിരക്കില്ലേ ഇനി കേട്ടോ. അവിടെ കുളുകി മരുന്ന് വാങ്ങുന്ന ഹെൽത്ത് തിരക്കൊന്നുമില്ല ഇനി. അപ്പോൾ കുറച്ച് നേരം വാങ്ങാൻ വേണ്ടി ഇരുന്നു. ആ കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ ഞങ്ങൾ നടന്ന് പോന്നു കേട്ടോ. വേഗം കാട്ടി കഴിഞ്ഞു കേട്ടോ. തിരക്കൊന്നും വല്ലാതെ ഇല്ലാത്തതുകൊണ്ട് വേഗം കാട്ടി കഴിഞ്ഞു കേട്ടോ. അപ്പം താത്തൻ്റെ കുട്ടി നടക്കുന്നുണ്ട്. അപ്പോൾ ഓനോട് തന്നെ അതിൻ്റെ ഇതിക്ക് നോക്ക്, ഫോണിക്ക് നോക്കാം, എൻ്റെ ടീച്ചർ എന്നെ കാണും കേട്ടോ പറഞ്ഞപ്പോൾ ഓൻ അങ്ങനെ ചിരിച്ച് തന്നതാട്ടോ. എൻ്റെ ടീച്ചർ കാണും പറഞ്ഞപ്പോൾ പിന്നെ പാടത്തു കൂടെ ഞങ്ങൾ പോയി കേട്ടോ. പിന്നെ വീട്ടിലെത്തി മക്കൾ മുമ്പിൽ തന്നെ അനിയൻ്റെ അടുത്ത് നിൽക്കുന്നുണ്ട് ഇനി കേട്ടോ. ഓനെ ഏൽപ്പിച്ച് പോയതാണ് ഇനി കുട്ടീനെ നോക്കാൻ. അപ്പോൾ ഓന് ഇൽഫനെയൊക്കെ അവിടെ വെച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ, കളിച്ച് നിൽക്കുന്നുണ്ട് ഓന്. പിന്നെ കഴിഞ്ഞാണ്ട് ഞാൻ നടന്ന് കൊഴിഞ്ഞപ്പം ഒരു നല്ല കട്ടൻ ചായയും കുടിച്ച് കുറച്ച് ബേക്കറി നുറുക്ക് കൊടുത്ത് ഞാൻ ചായ കുടിച്ചു കേട്ടോ. കൊഴിഞ്ഞപ്പം പിന്നെ ചായ കുടിച്ചു. എന്നിട്ട് പിന്നെ ജന്നക്ക് കഞ്ഞിയും മരുന്നൊക്കെ കൊടുക്കാണ്ട്, ഒക്കെ കൊടുക്കണം. അവൾക്ക് പെരും ക്ഷീണമുണ്ട് കേട്ടോ. ഒന്നും വല്ലാതെ കഞ്ഞൊന്നും കുടിച്ചണില്ല. അപ്പം നോക്കുമ്പോൾ അവളടുത്ത് ഇങ്ങനെ നിൽക്കണം. ഇപ്പോൾ വെയ്യാത്തോട് ജലദോഷം പിടിച്ചിട്ടുണ്ട് അവൾക്ക്, അതാണ് ഒന്നാമത്. അപ്പം ഇനിയിപ്പോൾ അവൾ പറഞ്ഞ ഓർക്കൊക്കെ വേണം. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണേ. എന്നാൽ നാളെ 3 മണിക്ക് കാണാം.